ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഹോഫ് ടാങ്കിന്റെ ഡിസൈൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us see what is an ഇൻഹോഫ് ടാങ്ക്. ഇറ്റ് ഈസ് എ ടു സ്റ്റോറി ഡൈജഷൻ ടാങ്ക്, അല്ലെങ്കിൽ അതിനെ നമുക്ക് സെഡിമെന്റേഷൻ കം ഡൈജഷൻ ടാങ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന രണ്ട് സ്റ്റേജ് ആയിട്ട് കിടക്കുന്ന ചേമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ടു സ്റ്റോറി ഡൈജഷൻ ടാങ്ക് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ കം ഡൈജഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ അപ്പർ ചേംബർ എ ചേംബറിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രയാങ്കുലർ സ്ലോട്ടിന് പ്രൊവൈഡ് ചെയ്ത് ആ ട്രയാങ്കുലർ സ്ലോട്ട് വഴി സ്ലൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ സെഡിമെന്റേഷൻ ചേംബറിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. സെഡിമെന്റേഷൻ നടക്കും. അപ്പോൾ സസ്പെൻഡഡ് സോളിഡ്സ് വിച്ച് എവർ വിൽ ബി സെറ്റിലബിൾ ദോസ് വിൽ ബി സ്ലൈഡിങ് ത്രൂ ദിസ് ചേംബർ ത്രൂ ദിസ് സ്ലോട്ട് ടു ഡൗൺ ചേംബർ. ഓക്കെ, അപ്പോൾ സ്ലോട്ടിലേക്കൊണ്ട് സെറ്റിലബിൾ സോളിഡ്സ് സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോകും. അത് നേരെ ചെന്നെത്തുന്നത് ഡൈജഷൻ ചേംബറിലേക്കാണ്. നമ്മുടെ ഈ ഒരു ബി പോർഷനിലേക്ക് ഡൈജഷൻ ചേംബറിലേക്ക് എത്തും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ സെഡിമെന്റേഷൻ ചേംബർ ആൻഡ് ഡൈജഷൻ ചേംബർ ഈ ഒരു സോണിന് നമ്മൾ ന്യൂട്രൽ സോൺ എന്ന് പറയും. ഓക്കെ, ന്യൂട്രൽ സോൺ എന്ന് പറയും. പിന്നെ അപ്പർ ഈ ഒരു പോർഷൻ രണ്ട് സൈഡിലും കിടക്കുന്നതിന് നമുക്ക് ഗ്യാസ് വെന്റ് എന്ന് പറയും. അത് ഗ്യാസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നത് ആ പോർഷനിലാണ്. സ്കം ഈ ഒരു കംപ്ലീറ്റ് ഡൈജഷൻ നടന്നു കഴിയുമ്പോഴേക്കും സ്കം ഡെവലപ്പ് ആവുന്നത് മുകളിൽ ഈ ഒരു പോർഷനിലാണ് വന്ന് നിൽക്കുക. ഈ ബി ടു സി പോർഷൻ അതിനെ നമ്മൾ സ്ലഡ്ജ് റിമൂവൽ പൈപ്പ് എന്ന് പറയും. സി പോർഷൻ എന്ന് പറയുന്നത് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് ആണ്. അതായത് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈയിങ് ബെഡ്സിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് സംടൈംസ് there may be roof to cover at the top. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു നോർമൽ ഇൻഹോഫ് ടാങ്കിൽ ഉണ്ടാവുക. ചില കേസിൽ റൂഫ് ഇല്ലാതെയും ഇൻഹോഫ് ടാങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻഹോഫ് ടാങ്കിന്റെ മുകളിൽ റൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൗൾ, ന്യൂസൻസ്, സ്മെല്ലൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ബാഡ് ഓർഡർ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ ഓപ്പൺ ആയിട്ടുള്ള ഇൻഹോഫ് ടാങ്കും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്കിതിനെ ഓരോ കമ്പോണൻസും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഫസ്റ്റ് ഇസ് ദി സെഡിമെന്റേഷൻ ചേംബർ. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും ഒരു ഓപ്പൺ ടൈപ്പ് ഹോപ്പ് ടാങ്ക്. ഏറ്റവും ടോപ്പിലുള്ളതാണ് സെഡിമെന്റേഷൻ ചേംബർ. ഏറ്റവും താഴെ ഈ ഹോപ്പർ ടൈപ്പ് വരുന്നതാണ് ഡൈജഷൻ ചേംബർ. ഓക്കെ, സോ സെഡിമെന്റേഷൻ ചേംബർ എന്ന് പറയുമ്പോൾ ദ അപ്പർ കമ്പാർട്ട്മെന്റിനാണ് നമ്മൾ എന്ത് പറയുക, സെഡിമെന്റേഷൻ ചേംബർ. ഓക്കെ, ഈ ചേംബറിലേക്കാണ് സീവേജ് ഇൻഫ്ലുവൻസ് സീവേജ് വരിക. സോ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡിവൈസ് ആൾസോ വിൽ ബി ദെയർ ഇൻ ദി സെഡിമെന്റേഷൻ ചേംബർ. അതായത് ഇൻലെറ്റ് വഴി സീവേജ് വരും, ഔട്ട്ലെറ്റ് വഴി എഫ്ലുവന്റ് വാട്ടർ വിൽ മൂവ് ഔട്ട്വേർഡ്. അപ്പൊ ഈ ഒരു ചേംബറിൽ നമ്മൾ വളരെ കുറവ് വെലോസിറ്റി മാത്രമായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അറൌണ്ട് 30 സെന്റിമീറ്റർ പെർ മിനിറ്റ്. 30 സെന്റിമീറ്റർ പെർ മിനിറ്റ് ഇത്രയും വെലോസിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് മാക്സിമം സെറ്റിലബിൾ സോളിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് സെറ്റിൽ ചെയ്ത് പോകും. ഓക്കെ, detention time around 2 to 4 hours. Usually 2 is sufficient. Okay, 2 to 4 hours can be provided. Okay, and surface loading can be of 30,000 liters per meter square per day. Surface loading ഒരു 30,000 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു സെഡിമെന്റേഷൻ ചേംബറിൽ പറയാനുള്ളത്. ഇനി സ്ലോട്ടിലേക്ക് പറയുമ്പോഴേക്കും ഇത് സെഡിമെന്റേഷൻ ചേംബറിന്റെ അടിവശത്തേക്ക് നമ്മൾ സ്ലോട്ട് കൊടുക്കുക. അപ്പോൾ സ്ലോട്ട് കൊടുക്കുന്നത് എന്തിനാണ്, അതുവഴി സെറ്റിലബിൾ സോളിഡ്സ് എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോകും. തിരിച്ചൊരിക്കലും സെറ്റിലബിൾ സോളിഡ്സ് എന്ത് ചെയ്യില്ല, തിരിച്ച് ആ സെഡിമെന്റേഷൻ ചേംബറിലേക്ക് വരില്ല. അത്തരത്തിലാണ് ആ സ്ലോട്ട് പ്രൊവിഷൻസ് കൊടുക്കുക. മിനിമം മറ്റുള്ള എന്ത് ചെയ്യുക, 150 mm സ്ലോട്ട് വിഡ്ത്ത് കൊടുക്കുക. അതുപോലെ സ്ലോപ്പ് ഓഫ് ദ ബോട്ടം സെഡിമെന്റേഷൻ ചേംബർ, ആ സെഡിമെന്റേഷൻ ചേംബറിൽ ഈ സ്ലോട്ടിലേക്ക് എല്ലാ സെറ്റിലബിൾ സോളിഡ്സും സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് ഏകദേശം ഒരു 60 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു 1:1 റേഷ്യോയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബോട്ടം സെഡിമെന്റേഷൻ ചേംബറിന്റെ സ്ലോപ്പ്, അതായത് ഈ ഒരു ചേംബറിന്റെ സ്ലോപ്പ് either you can give it as 60 degree or 1:1 ratio. ഇനി ഡൈജഷൻ ചേംബറിലേക്ക് വരുമ്പോഴേക്കും ലോവർ കമ്പാർട്ട്മെന്റ് ആണ്. ഈ പോർഷനിലാണ് സ്ലഡ്ജ് ഡൈജഷൻ സംഭവിക്കുന്നത്. അഗെയിൻ അതിന്റെ ബോട്ടം പോർഷൻ എങ്ങനെയാണ്, ഒരു ഹോപ്പർ ടൈപ്പ് ബോട്ടം ആണ്. ആ ഹോപ്പർ ബോട്ടം 1:1 to 1:2 വരെയുള്ള സ്ലോപ്പ് സെയിം ആസ് ലൈക്ക് ദ സെഡിമെന്റേഷൻ ചേംബർ, അത്രയും സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈജഷൻ ചേംബർ ഡിസൈൻ ചെയ്യുന്നത്. ഫൈൻ. ഇനി ടിപ്പിക്കൽ സ്ലഡ്ജ് ഡൈജഷൻ ചേംബർ, സെഡിമെന്റേഷൻ കം ഡൈജഷൻ ചേംബർ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ സ്ലോട്ട് എങ്ങനെയെന്ന് കണ്ടു. ഇവിടെ വേറൊരു ടൈപ്പ് സ്ലോട്ട് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ആൾസോ എന്ത് ചെയ്യും, ദിസ് ആക്ട് ആസ് എ സെപ്പറേറ്റ് ലെയർ. സെഡിമെന്റേഷൻ ചേംബറിലേക്ക് തിരിച്ച് ഈ സ്ലഡ്ജ് ഒന്നും തിരിച്ച് കയറാതിരിക്കാനുള്ള രീതിയിലായിരിക്കും ഈ സ്ലോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക.
Okay, so whatever gas, mainly methane gas will be evolved, this will accumulate over this in the gas vent zone. Scum also will accumulate over here. Sludge will be pumped by either by gravity pumping or by hydrostatic pressure. This will be pumped to the drying beds. Okay, now neutral zone. Neutral zone എന്ന് പറഞ്ഞാൽ സെഡിമെന്റേഷൻ ചേമ്പറിന്റെയും ഡൈജഷൻ ചേമ്പറിന്റെയും ഇൻ ബിറ്റ്വീൻ ലെയറിനെയാണ് ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 450 to 500 നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവണം ചേമ്പർ, രണ്ട് ചേമ്പറും തമ്മിൽ, സോ ദാറ്റ് മിക്സിംഗ് ഓഫ് ദീസ് ടു will not occur over there. ആ ഒരു ഫ്രീ ബോർഡ് എപ്പോഴും ഉണ്ടാവണം. സ്ലൈഡ്സിൽ ഒരു കാരണവശാലും തിരിച്ച് സെഡിമെന്റേഷൻ ചേമ്പറിലേക്ക് ആ സ്ലോട്ട് വഴി തിരിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂട്രൽ സോൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രീ ബോർഡ് സോൺ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, and above this neutral zone there will be the gas vent or known as the scum chamber. Okay, next to the in adjacent to the sedimentation chamber. Sedimentation chamber ന്റെ രണ്ട് വശത്തായിട്ടാണ്, sedimentation chamber ന്റെ രണ്ട് വശത്തായിട്ടാണ് നമ്മുടെ ഈ ഗ്യാസ് വെന്റ് സോൺ ഉണ്ടാവുക അല്ലെങ്കിൽ സ്കം ചേമ്പർ ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്ന accumulation methane gas ആയിരിക്കും. This will be allowed to escape into the atmosphere. ഇനി ഒരു സ്ലഡ്ജ് റിമൂവൽ പൈപ്പ്, അതായത് ബോട്ടം സ്ലഡ്ജ് ഡൈജഷൻ ചേമ്പറിന് നമ്മൾ സ്ലഡ്ജ് ഒരു 1 to 6 monthsനുള്ളിൽ നമ്മളത് റിമൂവ് ചെയ്യണം. അപ്പോൾ അറൌണ്ട് 6 months നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ബി 150 mm to 200 mm diameter. Okay, and these sludge whatever removed from this area should be disposed of properly by different methods available. Okay, then last one is the roof. If roof is there, it will avoid the nuisance due to bad smell of methane gas. So now we will go in detail to see how to design a in-hoff tank. ഇപ്പോൾ ഒരു in-hoff tank ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ 4 കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. One is the sedimentation chamber, next is the gas vent zone, then the neutral zone, then the digestion chamber. So let us see how to design a in-hoff tank. So here the question is, design an in-hoff tank to treat the sewage of a town with a population of 20,000. The rate of supply of water is 180 liters per head per day. Make suitable assumptions if necessary. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ കേസ് സെഡിമെന്റേഷൻ ചേമ്പർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സെഡിമെന്റേഷൻ ചേമ്പർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ സെഡിമെന്റേഷൻ ചേമ്പറിൽ കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് സീവേജ് ലെറ്റ് ഇറ്റ് സെറ്റിൽ ഓവർ ദെയർ ഓർ ലെറ്റ് ഇറ്റ് ബി ദെയർ ഐഡിയൽ ഫോർ എ ഡിറ്റൻഷൻ പീരീഡ് ഓഫ് 2 hours. ഓക്കെ, അപ്പോൾ ആ ഒരു 2 hours ഡിറ്റൻഷൻ പീരീഡ് 2 hoursനുള്ള കപ്പാസിറ്റി ചേമ്പർ ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു 2 hours നമുക്ക് വരുന്ന ഇൻഫ്ലുവൻറ്റ് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി എത്രയാണെന്നാണ് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് let us calculate what is the total influent flow to the chamber. ആ ചേമ്പറിലേക്ക് ഒരു ദിവസം വരാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ദിവസം പെർ ഹെഡ് എത്ര വരെ 180 ലിറ്റർ ആണ്. എത്ര ആളുണ്ട്, ആ പോപ്പുലേഷൻ എത്ര 20,000 ആണ്. സോ the total daily quantity of influent to the chamber to the sedimentation tank will be 20,000 into 180. Okay, so 20,000 into 180 ചെയ്യാം. This will be equal to 3,600 kiloliters, again 1000 liters. Okay, or this will be equal to 3,600 meter cube. Fine. Now if it is holding over there for 2 hours, if the detention period is of 2 hours, what will be the total capacity of the chamber? So the capacity of the chamber required to hold for a 2 hour will be 3,600 meter cube per day ആണ്. ഓക്കെ, പെർ ഡേ ആണ് ഇത്രയും എമൗണ്ട് വരുന്നത്. നമുക്ക് ഓരോ വരുന്ന ഇൻഫ്ലുവൻ്റ് ഒരു 2 മണിക്കൂർ അവിടെ കീപ്പ് ചെയ്യണം. അപ്പോൾ 24 hours ഇത്രയാണ്, മണിക്കൂറിൽ ഇത്രയായിരിക്കും. വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഫോർ 2 hours. So around 300 meter cube of water had to be held over there in the chamber for 2 hours. അപ്പോൾ ടോട്ടൽ ആ സെഡിമെന്റേഷൻ ചേമ്പറിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം? 300 meter cube ആണ്. Now for determine the size of the tank, നമുക്ക് total volume കിട്ടി 300 meter. Now we have to determine the size of the tank. Let the effective depth be 2 meter. Okay, and width be 5 meter. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സൈസ് എത്രയാണെന്ന് നോക്കാം. ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ? ലെങ്ത് will be equal to 300 divided by 2 into 5. So this will be equal to 30 meter. So the size of the tank will be equal to 30 by 5 by 2 meter. Okay, ഇതാണ് നമ്മുടെ സെഡിമെന്റേഷൻ ചേമ്പറിന്റെ സൈസ്. Now beyond this we have to determine certain other details also. കാരണം സെഡിമെന്റേഷൻ ചേമ്പറിന്റെ താഴേക്ക് നമുക്ക് എന്തുണ്ട്? നമുക്കൊരു സ്ലോപ്പിംഗ് സ്ലോൺ ഉണ്ട് ബിഫോർ ദ സ്ലോട്ട്. അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ഗ്യാസ് വെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് സെക്കൻഡ് വൺ ഗ്യാസ് വെന്റ്. So for determine the gas vent, we are going to take
assume that it should be at least 25% of total width of the tank. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഈ സെഡിമെന്റേഷൻ ചേമ്പറിന്റെ രണ്ട് വശത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് വെന്റ് പൈപ്പ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുമ്പോൾ തന്നെ ഈ ടോട്ടൽ എത്രയാണോ നമ്മുടെ സെഡിമെന്റേഷൻ ചേമ്പറിന്റെ വിഡ്ത്ത് അതിന്റെ ഒരു 25% എങ്കിലും ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ടാവണം ഫോർ accumulation of the gases. അങ്ങനെയാണെങ്കിൽ what should be the total width of the sedimentation chamber? ഈ complete ഈ top portion including the gas vent portion, what should be the total width എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. Okay, so first find out what is the overall width of this complete in-hoff tank. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ it is find out the overall width of in-hoff tank. അപ്പോൾ ഓവറോൾ വിഡ്ത്ത് ഓഫ് ഇൻഹോഫ് ടാങ്ക് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് എത്രയാണെന്ന് അറിയാം, ഈ ഒരു പോർഷൻ എത്രയാണെന്ന് അറിയാം. അത് എത്രയാണ്, നമുക്ക് 5 മീറ്റർ ആണെന്ന് അറിയാം അല്ലേ. നമുക്ക് സെഡിമെന്റേഷൻ ചേമ്പറിന്റെ സൈസ് തന്നിട്ടുണ്ട് 30/5 × 2 ആണ് അല്ലേ. 30 എന്താണ്, ലെങ്ത് ആണ്, 5 വിഡ്ത്ത് ആണ്, 2 ഡെപ്ത് ആണ്. അപ്പം വിഡ്ത്ത് 5 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പം ആ വിഡ്ത്ത്, ഈ ഒരു 5 മീറ്റർ വിഡ്ത്ത് നമ്മൾ എടുത്തു. ഓക്കെ, 5 മീറ്റർ പ്ലസ് ഈ ഒരു സെഡിമെന്റേഷൻ ചേമ്പറിന്റെ ഈ തിക്നെസ്, ഈ ഒരു പോർഷന്റെ തിക്നെസ് ലെറ്റ് ഇറ്റ് ബി 15 സെന്റിമീറ്റർ. ഓക്കെ, 15 സെന്റിമീറ്റർ തിക്നെസ്സിലുള്ള സെഡിമെന്റേഷൻ ചേമ്പറിന്റെ ഔട്ടർ വാൾ ആണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു തിക്നെസ്സും കൂടി കൺസിഡർ ചെയ്യണം. 2 × 0.15 പ്ലസ് ഈ ടോട്ടൽ വിഡ്ത്തിന്റെ 25% ആയിരിക്കും ഈ രണ്ട് സൈഡിലുള്ള സ്പേസും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ 25% ഓഫ് ബി ആണ്, അത് കംപ്ലീറ്റ്ലി രണ്ടും കൂടി ആഡ് ചെയ്താൽ. സോ ലെറ്റ് ഇറ്റ് ബി 0.25. ഓക്കെ, നമ്മൾ അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ബി വിൽ ബി ഈക്വൽ ടു 5 പ്ലസ് 0.3, സോ 5.3 പ്ലസ് 0.25 ബി, ഓർ 0.75 ബി ഈക്വൽ ടു 5.3. This implies B is equal to 5.3 divided by 0.75. Okay, this will be approximately equal to 7.06 ആയിരിക്കും, or you can simply write it as 7.2 meter. So the total width of in-hoff tank എത്രയാണ് വരിക, 7.2 meter. ഇനി നമുക്ക് total depth of sedimentation chamber, ഈ complete depth എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബി എന്ന് പറയുന്നത് 7.2 ആണെന്ന് അറിയാം. അപ്പൊ 7.2-ൽ നിന്ന് ഈ 5.3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ ആയിരിക്കും എന്ത്, നമ്മുടെ ഈ ഗ്യാസ് വെന്റിന്റെ ലെങ്ത് അല്ലെ, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയാം. അപ്പൊ വിഡ്ത്ത് ഓഫ് ഗ്യാസ് വെന്റ് സോൺ, gas vent zone. Okay, so this will be equal to 7.8 minus 7.2 minus 5.3. So that will be equal to, sorry, നമുക്ക് ഇവിടെ ഞാൻ ചെയ്ത വാല്യൂ ഒന്ന് തെറ്റിപ്പോയെ, I'm just correcting it. ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 7.06 ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So 7.1 meter ആണ്. So now correcting this one also. So this will be equal to 7.1 minus 5.3, that will be equal to 1.8 meter. അപ്പോൾ 1.8 meter ആണ് ഈ രണ്ട് പോർഷനും കൂടി ആഡ് ചെയ്ത്, അതായത് 0.9 meter each on both sides. Okay, on both sides 0.9 meter. Now if you check the percentage, നമ്മൾ 25% ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 1.8 divided by 7.1 ചെക്ക് ചെയ്ത് നോക്കുക, 7.1 into 100 ചെക്ക് ചെയ്ത് നോക്കുക. This will be equal to 25%. Okay, അങ്ങനെയാണ് നമ്മളിത് ഈ എത്രയാണ് ഈ ഒരു width of gas zone എന്ന് തീരുമാനിക്കുക. ഗ്യാസ് വെന്റിന്റെ സോണ് 0.9 meter each on both sides. Okay, അപ്പോൾ ഗ്യാസ് വെന്റിന്റെ width എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രീവിയസ്ലി നമ്മളിവിടെ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ്, അതായത് സെഡിമെന്റേഷൻ ചേമ്പറിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ഗ്യാസ് വെന്റിന്റെ വിഡ്ത്ത് ഡിസൈഡ് ചെയ്യാൻ പോയി. ഇനി നമ്മൾ ടോട്ടൽ ഡെപ്ത് ഓഫ് സെഡിമെന്റേഷൻ ചേമ്പർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്.
So to find out the total depth of sedimentation chamber, നമുക്ക് already ഇപ്പം നമ്മുടെ ചേംബറിന്റെ സൈസ് അറിയാം. 30 ലെങ്ത്, 5 meter width by 2 meter effective depth. ഇങ്ങനെയാണെന്ന് അറിയാം. ഇനി ഈ ഒരു കംപ്ലീറ്റ് ചേംബറിന്റെ ടോട്ടൽ വിഡ്ത്ത് ആണ് ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ ഒരു പോർഷൻ ഫ്രീ ബോർഡ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. ആ ഫ്രീ ബോർഡ് എത്ര കൊടുത്തിരിക്കുന്നു? 500 mm കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രീ ബോർഡ് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീ ബോർഡിന്റെ ഡിസ്റ്റൻസ് 0.5 എന്നുള്ളത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി റിമൈനിങ് ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് beneath you have the triangular portion. അപ്പോൾ ഇവിടെ ഞാൻ ആ റെക്ടാങ്കുലർ പോർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ടോട്ടൽ ട്രയാങ്കുലർ പോർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കുലർ പോർഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1:1 ആണ്. ട്രയാങ്കുലർ പോർഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ വിഡ്ത്ത് എത്രയാണ് നമുക്കറിയാം. എത്രയാണുള്ളത്? 5 meter ആണ്. അപ്പോൾ ഹാഫ് ദ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? 2.5. അപ്പോൾ 1:1 റേഷ്യോയിൽ ആയതുകൊണ്ട് തന്നെ ഇത് 2.5ലേക്ക് എത്തുമ്പോഴേക്കും ഡെപ്തും എന്താവും? 2.5ലേക്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡെപ്ത് എത്ര ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്? 2.5. അപ്പോൾ ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ എത്രയാണ്? 2.5. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് സെഡിമെന്റേഷൻ ചേംബർ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്റ്റാർട്ടിംഗ് ഫ്രീ ബോർഡ് പ്ലസ് ഡെപ്ത് ഓഫ് ദിസ് റെക്ടാങ്കുലർ പോർഷൻ, അതായത് ഫ്രീ ബോർഡ് ഏറ്റവും മുകളിലുള്ള ഫ്രീ ബോർഡ് ആയി, അതിനുശേഷം നമുക്കൊരു വലിയൊരു റെക്ടാങ്കുലർ ചേംബർ ഉണ്ട്, അത് ആഡ് ചെയ്യണം. അതിനുശേഷം എൻഡിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ട്രയാങ്കുലർ പോർഷന്റെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഏതൊക്കെ അറിയാം? നമുക്ക് ഫ്രീ ബോർഡ് 5.5 meter ആണെന്ന് അറിയാം. ട്രയാങ്കുലർ പോർഷന്റെ ഡെപ്ത് 2.5 ആണെന്ന് അറിയാം. ഇനി ഏതാണ് കണ്ടുപിടിക്കാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത് റെക്ടാങ്കുലർ ചേംബറിന്റെ ഡെപ്ത് ആണ്. പക്ഷെ നമുക്ക് അറിയാം ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത് എത്രയായിരിക്കണം? ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത് എത്രയായിരിക്കണം? 2 meter ആയിരിക്കണം. ഓക്കെ, 2 meter ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നോക്കുമ്പോൾ 0.5, 2.5 ഉണ്ട്. നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ഡെപ്ത്, അതായത് ഈ സെഡിമെന്റേഷൻ പ്രോസസ്സ് നടക്കേണ്ട ഏരിയ, എഫക്റ്റീവ് ഏരിയയിലുള്ള അതിൻ്റെ അകത്തുള്ള ഡെപ്ത് നമുക്ക് 2 meter ഉണ്ടായി. പക്ഷെ ഒരു ട്രയാങ്കുലർ പോർഷന്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ട്രയാങ്കുലർ പോർഷന്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഹാഫ് ദാറ്റ് ഓഫ് ഈക്വലന്റ് റെക്ടാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2.5ന്റെ പകുതി മാത്രമാണ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സെറ്റിലിംഗ് പേർപ്പസിന് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? 2.5 divided by 2. 2.5 divided by 2, this will be equal to 1.25. 1.25 മാത്രമേ ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ കൊണ്ട് നമുക്ക് സെറ്റിലിംഗ് വേണ്ടിയിട്ട്, അതായത് സെഡിമെന്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടോട്ടലി എത്ര വേണം? 2 meter വേണം. അപ്പോൾ 2 meter minus 1.25 meter, what will be it? That will be equal to 0.75 meter. ആ 0.75 meter ഏതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഈ റെക്ടാങ്കുലർ പോർഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.75 meter. അതായത് ആ റെക്ടാങ്കുലർ പോർഷന്റെ ഡെപ്ത് എത്രയായിരിക്കും? 0.75 meter ആയിരിക്കും. ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് 1.25 ആയിരിക്കും. പക്ഷെ ടോട്ടൽ ഡെപ്ത് എത്രയാണ്? 2.5 ആണ്. ദെൻ ഫ്രീ ബോർഡ് എത്ര വരുന്നത്? 0.5 ആണ്. Okay, so these are the details of different depths of sedimentation tank. So totally, if you calculate it, we will get the total depth of sedimentation tank as 0.5 plus 0.75 plus 2.5. Okay, അതില് 0.5 എന്ന് പറഞ്ഞ ഫ്രീ ബോർഡ് ആണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ എന്ന് പറഞ്ഞത് സ്ലോപ്പ് 1:1 ആയതുകൊണ്ട് തന്നെ 5/2 എടുത്താൽ മതി. 5/2 equal to 2.5 meter കിട്ടും. ഓക്കെ, ദെൻ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ പോർഷൻ്റെത് ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത് മൈനസ് half of 2.5. So that will be equal to 0.75 meter. ഇങ്ങനെയാണ് ഈ മൂന്ന് ഡീറ്റെയിൽസ്, അതായത് ഫ്രീ ബോർഡ് 500 mm, ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ 2.5, ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ പോർഷൻ 7.5 കിട്ടുന്നത്. അപ്പോൾ അത് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഡെപ്ത് ഓഫ് ടോട്ടൽ സെഡിമെന്റേഷൻ ചേംബർ ആസ് 3.75 meter. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? കപ്പാസിറ്റി ഓഫ് ചേംബർ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ലെങ്ത് കണ്ടുപിടിച്ചു ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് വിഡ്ത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ടോട്ടൽ ഡെപ്ത് ഓഫ് സെഡിമെന്റേഷൻ ചേംബർ ചെയ്തു. ഇറ്റ് ഈസ് അഡീഷൻ ഓഫ് ഫ്രീ ബോർഡ് പ്ലസ് ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ പോർഷൻ പ്ലസ് ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് certain checks ആണ്, ലൈക്ക് സർഫസ് ലോഡിംഗ് ചെക്ക് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. So first check is ratio of length to width. Ratio of length to width എന്ന് പറയുമ്പോൾ ലെങ്ത് നമുക്കറിയാം 30 ആണെന്ന്, വിഡ്ത്ത് നമുക്കറിയാം 7.1 ആണെന്ന് അറിയാം. 7.1 എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വിഡ്ത്ത്, ടോട്ടൽ വിഡ്ത്ത് 5 പ്ലസ് ബാക്കിയുള്ളത് ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 7.5 കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് 30 by width 7.1. So this will be equal to 4.23. Okay, യൂഷ്വലി ഈ റേഞ്ച് വേണ്ടത് നമുക്ക് ഏകദേശം 3 to 5 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് സാറ്റിസ്ഫാക്ടറി. നമുക്ക് കിട്ടുന്ന വാല്യൂ 4.23 ആയതുകൊണ്ട് തന്നെ അത് സാറ്റിസ്ഫാക്ടറി ആണ്. ഇനി രണ്ടാമത്തത് വെലോസിറ്റി ഓഫ് ഫ്ലോ. വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടണമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ 30 into 1000 divided by 2 into 60. അതായത് 30 ലെങ്ത് ആണ്, 2 ഡിറ്റൻഷൻ ടൈം ആണ്. ഓക്കെ, 2 hours. സോ ചേഞ്ച് ഇൻ ടു മിനിറ്റ്. ഓക്കെ, നമുക്ക് മിനിറ്റിലേക്ക് മാത്രം മതി. 30 ലെങ്ത്തിനെ നമ്മൾ ലേക്കാണ് മാറ്റുന്നത്. 30 മീറ്റർ എന്നുള്ളത് ലേക്ക് മാറ്റി, 2 hour എന്നുള്ളത് മിനിറ്റ്സിലേക്ക് മാറ്റി. നമുക്ക് കിട്ടുന്ന ഉത്തരം 250 mm per minute. അപ്പോൾ നേരത്തെ നമ്മൾ വെലോസിറ്റി നമ്മൾ കമ്പോണൻസ് പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 സെന്റിമീറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ 300 millimeter per minute മതിന്ന്. സോ ഹിയർ സി ഇറ്റ് ഈസ് ലെസ് ദാൻ 300 millimeter per minute വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ സേഫ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്? സർഫസ് ലോഡിംഗ് ആണ്. സർഫസ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെയിലി ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 3600,000. Okay, so this divided by surface area. Surface area is length into width, 30 into 5. Okay, 30 into 5 മാത്രമാണ് sedimentation chamber ന്റെ സൈസ്. We should not add 7.1. 7.1 ടോട്ടൽ ഇൻഫോഫ് ടാങ്കിന്റെ width ആണ്. നമ്മുടെ sedimentation chamber ന്റെ ആകെ 5 ആണ്. So this will be equal to 24,000 liter per meter square per day. Okay, നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വേണ്ട within permissible range എന്ന് പറയുന്നത് 30,000 liter per meter cube, within 30,000 liter per meter cube per day ആണ്. So this is also satisfactory. ഇങ്ങനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ ചേംബറിന്റെ 3 ചെക്സ് ചെയ്യുന്നത്. ഒന്നാമത്തെ ലെങ്ത് ടു വിഡ്ത്ത്, രണ്ടാമത്തെ വെലോസിറ്റി, മൂന്നാമത്തെ സർഫസ് ലോഡ്. വെലോസിറ്റി പറയുമ്പോൾ L by T. Okay, velocity by length by time. So L length 30 meter, time to detention period hour, 2 hour. So convert into minute, convert length into mm. So 250 mm per minute. Surface loading is total quantity divided by surface area, that is 30 into 5. So that is also within the permissible limit. ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സെഡിമെന്റേഷൻ ചേംബർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഗ്യാസ് വെന്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ന്യൂട്രൽ സോൺ ആണ്. ന്യൂട്രൽ സോണിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ഫ്രീ ബോർഡ് പോലെ, അതായത് സെപ്പറേഷൻ, സ്ലഡ്ജ് ഡൈജഷൻ ചേംബറും സെഡിമെന്റേഷൻ ചേംബറും തമ്മിലൊരു സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സെപ്പറേഷൻ സോൺ ഒരു ഫ്രീ ബോർഡായിട്ട് ആക്ട് ചെയ്യും ഫോർ ദി സ്ലഡ്ജ് ഡൈജഷൻ ചേംബർ. അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന ഏകദേശം നമ്മൾ സെയിം ഫ്രീ ബോർഡ് എത്രയാണ് നമ്മൾ ടോപ്പ് കൊടുത്തത് അത്ര തന്നെയാണ് നമ്മൾ അബൌവ് ദി സ്ലഡ്ജ് ഡൈജഷൻ ചേംബറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ദാറ്റ് ലെറ്റ് ഇറ്റ് ബി 500 mm. ഇനി നമുക്ക് നാലാമതായിട്ട് ചെയ്യാനുള്ളത് ഏതാണ്? ഡൈജഷൻ ചേംബർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർത്ത് കമ്പോണന്റ് ആണ് ഡൈജഷൻ ചേംബർ. സോ അസ്യൂം എ കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ചേംബർ ആസ് 0.04 meter cube per capita per person. ഡൈജഷൻ ചേംബറിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം? 0.04 meter cube per person. ഓക്കെ, സോ നമുക്ക് എത്ര എവിടെയുള്ള 2000 പീപ്പിൾ ഉണ്ട് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ see here നമ്മുടെ പോപ്പുലേഷൻ എത്രയാ? 2000 അല്ല, 20,000. അപ്പോൾ ഈ 20,000ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈജഷൻ ചേംബർ ഡിസൈൻ ചെയ്യേണ്ടത്. പെർ പേഴ്സൺ എത്രയാണ്? 0.04 meter cube വേണം. അപ്പോൾ 20,000ന് എത്രയാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കണം. സോ ജസ്റ്റ് ഡയറക്ട്ലി ഗോ ഫോർ ദ കാൽക്കുലേഷൻ. 20,000 into 0.04. So this will be equal to 800 meter cube. ഇനി ഈ 800 meter cube നമ്മൾ നേരത്തെ സെഡിമെന്റേഷൻ ചേംബർ ചെയ്യുമ്പം പറഞ്ഞു 30 into 5 by 2 അത്രയാണ് ആ സെഡിമെന്റേഷൻ ചേംബറിന്റെ സൈസ് എന്ന് പറഞ്ഞു അല്ലേ? ഇനി അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു ഡൈജഷൻ ചേംബർ നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത് ഒറ്റ സിംഗിൾ ആയിട്ടുള്ള
കംപ്ലീറ്റ് ലെങ്ത് നമ്മൾ സിംഗിൾ ചേംബർ ആയിട്ട് നമ്മൾ കൊടുക്കില്ല. 30 മീറ്ററിന്റെ സിംഗിൾ ചേംബർ ആയിട്ട് കൊടുക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡിമെന്റേഷൻ ചേംബർ അങ്ങനെ തന്നെ 30 മീറ്ററിന്റെ ഒരു സിംഗിൾ ചേംബർ കൊടുക്കുമെങ്കിലും ഡൈജഷൻ ചേംബർ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 4 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 1 2 3 4 1 2 3 4. So divide the tank into 4 compartments. നമ്മൾ 4 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഓരോ കമ്പാർട്ട്മെന്റിന്റെ ലെങ്ത് എത്ര വരും? ഓരോ കമ്പാർട്ട്മെന്റിന്റെ ലെങ്ത് 30 ആണ് ടോട്ടൽ ലെങ്ത്. അതിൽ നിന്ന് ഓരോ കമ്പാർട്ട്മെന്റിന്റെ ലെങ്ത് വരുമ്പോഴേക്കും എത്ര വരും? 7.5 മീറ്റർ. അപ്പോൾ ഈ ഓരോ ലെങ്ത് എത്രയായിരിക്കും? 7.5 മീറ്റർ ആയിരിക്കും. അപ്പോൾ 4 കമ്പാർട്ട്മെന്റിന്റെയും വിഡ്ത്ത് എത്രയാണ്? 7.5 മീറ്റർ ആണ്. ഓരോ കമ്പാർട്ട്മെന്റ് കപ്പാസിറ്റി എത്രയായിരിക്കും? 800 മീറ്റർ ക്യൂബ് ആണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പോൾ ഓരോ കമ്പാർട്ട്മെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 800 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 200 മീറ്റർ ക്യൂബ്. അപ്പം ഓരോ കമ്പാർട്ട്മെന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 മീറ്റർ ക്യൂബ് ആണ്. ഓരോ കമ്പാർട്ട്മെന്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 മീറ്റർ ആണ്. ഓക്കെ, 7.5 മീറ്റർ വിഡ്ത്തും 200 മീറ്റർ ക്യൂബ് ആണ് കപ്പാസിറ്റി. ഫൈൻ. Now let us see more details. Now നമ്മൾ ഡൈജഷൻ ചേംബറിന്റെ ഹോപ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പോവാണ്. അസ്യൂം ദ ഡെപ്ത് ഓഫ് ഈച്ച് ഹോപ്പർ ആസ് 2.5 മീറ്റർ. ഈ ഒരു ഡെപ്ത് 2.5 മീറ്റർ ആണ് അസ്യൂം ചെയ്യുക. ഡെപ്ത് ഓഫ് ഈച്ച് ഹോപ്പർ ആസ് 2.5 മീറ്റർ. സൈഡ് സ്ലോപ്പ് ആസ് 1:1 ആൻഡ് ബോട്ടം സെക്ഷൻ ആസ് 2.1 into 1. അതായത് ഈ ബോട്ടം സെക്ഷൻ നമുക്ക് കാണുന്ന പോർഷനിൽ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇതിന്റെ മറുവശം 2.1. ഓക്കെ, ടോട്ടൽ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോപ്പർ പോർഷന്റെ ഈ കപ്പാസിറ്റി ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ലീവിംഗ് ഔട്ട് ദി സെഡിമെന്റേഷൻ ചേംബർ, നമുക്ക് ടോട്ടൽ സെഡിമെന്റേഷൻ ചേംബറിലെ ഡൈജഷൻ ചേംബർ ഫുൾ ഡൈജഷൻ ചേംബറിന്റെ കപ്പാസിറ്റി, ഒരു കമ്പാർട്ട്മെന്റിന്റെ കപ്പാസിറ്റി അറിയാൻ 200 മീറ്റർ ആണെന്ന്. ആ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഈ ഒരു പോർഷൻ ആണ്. ഇത്രയും പോർഷൻ ആണ് 200 മീറ്റർ ക്യൂബ് എന്ന് വരുന്നത്. ഇനി അതിൽ നിന്ന് നമ്മൾ ആ ഹോപ്പർ പോർഷൻ മാത്രമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഹോപ്പർ പോർഷന്റെ കപ്പാസിറ്റി മാത്രം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഹോപ്പർ പോർഷന്റെ ഡെപ്ത് തന്നിട്ടുണ്ട് 2.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ബോട്ടം സെക്ഷൻ തന്നിട്ടുണ്ട് 2.1 into 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ h/3 into a1 plus a2 into root of a1 plus a2, where h is depth of hopper bottom, that is 2.5 meter, right? ഇനി a1 എന്ന് പറയുന്നത് ഈ ഹോപ്പർ ബോട്ടത്തിന്റെ ടോപ്പ് മോസ്റ്റ് സെക്ഷൻ ആണ്. ടോപ്പ് മോസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഹോപ്പർ ബോട്ടത്തിന്റെ ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണ്. അതായത് ഈ ഒരു പോർഷൻ ആണ് a1 എന്ന് പറയുന്നത്. അതിന്റെ that will be looking like similar to a rectangular portion. ആ rectangular plane surface ന്റെ ഏരിയ എന്ന് പറയുന്നത് 7.1 into 7.5 ആണ്. where 7.1 is നമുക്കറിയാം ടോട്ടൽ 30 മീറ്ററിന് നമ്മൾ 4 കമ്പാർട്ട്മെന്റ്സ് ആക്കിയപ്പം ഒരു കമ്പാർട്ട്മെന്റ് വിഡ്ത്ത് എത്രയാണ്? 7.5 മീറ്റർ ആണ്. അതാണ് ഈ 7.5 മീറ്റർ. ഇനി 7.1 എന്താണ്? 7.1 എന്താണ്? ഇതാണ്, ഈ ഒരു പോർഷൻ ആണ് നമ്മൾ 7.1 മീറ്റർ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പോൾ 7.1 മീറ്റർ വിഡ്ത്ത് ലെങ്ത്തിലുള്ള ഈ 30 മീറ്റർ നമ്മൾ 4 കമ്പാർട്ട്മെന്റ്സ് ആക്കിയപ്പം ഒരു സെക്ഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 മീറ്റർ. അപ്പോൾ 7.1 into 7.5 ആണ് ആ A1 ഉള്ള സെക്ഷന്റെ സർഫസ് ഏരിയ. ഓക്കെ, സോ ദാറ്റ് വിൽ ബി A1. ആൻഡ് A2 എന്ന് പറയുന്നത് ഏതിനെ റെപ്രസെന്റ് ചെയ്യും? ഈ ബോട്ടം പോർഷനെ റെപ്രസെന്റ് ചെയ്യും. ബോട്ടം പോർഷന്റെ സെക്ഷൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 2.1 into 1 മീറ്റർ ആണ്. ഓക്കെ, സോ ഏരിയ നമുക്ക് രണ്ടും കിട്ടി. നമ്മൾ ഡയറക്ട്ലി കപ്പാസിറ്റി ഓഫ് ഈച്ച് ഹോപ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ 3 into A1 is 7.1 into 7.5, that will be equal to 53.25, plus A2 is 2.1 into 1, that is 2.1 itself, plus root of 53.25 into 1. So this will be equal to 55 meter cube. അപ്പം ഈ ഒരു പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 55 മീറ്റർ ക്യൂബ് ആണ്. അപ്പം റിമൈനിങ് നമുക്ക് ഇപ്പം ഈസി ആയിട്ട് ഇത് കണ്ടുപിടിച്ചൂടെ? ഈ ഒരു പോർഷന്റെ ഏരിയ കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? സോ ബാലൻസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ദിസ് സ്ട്രേറ്റ് പോർഷൻ. ഓക്കെ, ബാലൻസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ദിസ് സ്ട്രേറ്റ് പോർഷൻ അത് എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. So the balance to be provided for the rectangular portion is total capacity of digestion chamber 200 ആണ്. അതിൽ hopper bottom മാത്രം 55 ആണ്. So remaining 145 will be there for the straight rectangular portion. And ഈ rectangular portion ന്റെ
നമുക്ക് ഈ റെക്ടാങ്കുലർ പോർഷൻ്റെ ടോട്ടൽ കപ്പാസിറ്റി ആയി. ഇതിൻ്റെ ഏരിയയും നമുക്കറിയാം. ഏരിയ എത്രയാണ്? 7.1 into 7.5 ആണ്. അപ്പോൾ കപ്പാസിറ്റിയും അറിയാം, ഏരിയയും അറിയാം. ഡെപ്ത് ഓഫ് ദാറ്റ് സ്ട്രേറ്റ് പോർഷൻ, ഡെപ്ത് ഓഫ് ദാറ്റ് റെക്ടാങ്കുലർ പോർഷൻ കണ്ടുപിടിച്ചൂടെ? സോ ഡെപ്ത് ഓഫ് ദാറ്റ് റെക്ടാങ്കുലർ പോർഷൻ, depth of the above same rectangular portion will be equal to 145 divided by 7.1 into 7.5. So this will be equal to 2.72. So let me round it off to 2.75 meter. Okay, now this is the complete design rectangular portion complete digestion chamber design കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഓരോരോ ഡീറ്റെയിൽസിലേക്ക് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്ന് സം അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഏറ്റവും ആദ്യം നമുക്കിവിടെ ഫ്രീ ബോർഡ് മാർക്ക് ചെയ്യാം. ഫ്രീ ബോർഡ് നമ്മൾ എത്രയായിരുന്നു എടുക്കുന്നത്? 0.5 മീറ്റർ. ഇത് 0.5 മീറ്റർ. അതിനുശേഷം നമുക്ക് ഏതാണുള്ളത്? ഡെപ്ത് ഓഫ് ദി റെക്ടാങ്കുലർ പോർഷൻ. ഈ ഡെപ്ത് നമ്മൾ ടോട്ടൽ ഇൻഹോഫ് ടാങ്കിന്റെ ഡെപ്ത്സ് ആണ് പറയാൻ പോകുന്നത്. ദിസ് ഈസ് 0.75 മീറ്റർ. അതിനുശേഷം നമ്മൾ ഡെപ്ത് ഓഫ് സെഡിമെന്റേഷൻ സ്ലോപ്പിംഗ് പോർഷൻ, അത് എത്രയായിരുന്നു നമുക്ക് തന്നിരുന്നത്? ഡെപ്ത് ഓഫ് ട്രയാങ്കുലർ പോർഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 2.5 മീറ്റർ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സെഡിമെന്റേഷൻ ചേംബർ, ഫസ്റ്റ് വൺ നമ്മൾ സെഡിമെന്റേഷൻ ചേംബർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെഡിമെന്റേഷൻ ചേംബറിൽ നമ്മൾ ആ കംപ്ലീറ്റ് ഡെപ്ത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 0.5 പ്ലസ് 0.75 പ്ലസ് 1 മിനിറ്റ് പ്ലസ് 2.5. ഇത്തരത്തിലാണ് നമ്മൾ സെഡിമെന്റേഷൻ ചേംബറിന്റെ ടോട്ടൽ ഡെപ്ത് 3.75 മീറ്റർ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയി. ഇനി ന്യൂട്രൽ സോൺ നമ്മൾ എത്ര പറഞ്ഞിരുന്നു? 0.5 തന്നെ പറഞ്ഞിരുന്നു അല്ലേ? രണ്ടാമത്തെ ന്യൂട്രൽ സോൺ നമ്മൾ എത്ര പറഞ്ഞിരുന്നു? 0.5 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.5. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച, അതായത് സെഡിമെന്റേഷൻ ചേംബറിൽ 2 പോർഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹോപ്പർ ബോട്ടത്തിന്റെ നമ്മൾ എത്രയാണ് പറഞ്ഞിരുന്നത്? 2.5 മീറ്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസ്യൂം ചെയ്തതായിരുന്നു. അതിന് ശേഷം നമ്മൾ ഡെപ്ത് ഓഫ് എബവ് സെയിം പോർഷൻ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? 2.75 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.75. ഇനി ഇവിടെ ഇത് എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഇത് 5 മീറ്റർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു പോർഷൻ 0.15 എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പോർഷനും 0.15 എടുത്തേ. ഇനി ഈ ഒരു പോർഷൻ എത്രയാണ്? 0.9 ആണ്. ടോട്ടൽ 1.8 ആണ്. രണ്ട് സൈഡിലേക്ക് വരുമ്പോഴാണ് 0.9 വരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇത് ഇത്രയും ആഡ് ചെയ്താൽ 3.75 വരും. ഓക്കെ, ആൻഡ് ഇത് ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2.5 പ്ലസ് 0.5 ദറ്റ് ഈസ് 3 പ്ലസ് 2.75 ദറ്റ് ഈസ് 5.75 ആയിട്ട് വരും. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 9.5 ആയിട്ട് വരും. ടോട്ടൽ ഇൻഹോഫ് ടാങ്കിന്റെ ലെങ്ത് എത്രയായിട്ട് വരും? 9.5 ആയിട്ട് വരും. ഇനി ഇവിടെ ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിലോ, നമ്മുടെ ബോട്ടം ഹോപ്പർ പോർഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ വരെ എത്രയാണ്? നമുക്കറിയാം 2.1/1 മീറ്റർ ആയിരുന്നു സെക്ഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പോർഷൻ വരിക, ഇത് സൈഡ് വ്യൂ ആയിട്ട് വരുന്നത്. സോ ദിസ് വിൽ ബി 2.1. അപ്പോൾ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരുന്നത്? 7.1 ആണ് അല്ലേ? 7.1 നിന്ന് 2.1 പോയി കഴിഞ്ഞാൽ റിമൈനിങ് എത്രയുണ്ട്? 5 ഉണ്ട് അല്ലേ? 5 ഉണ്ട്. ആ 5ന്റെ പകുതി ഈ വശത്തേക്ക്, അല്ലെങ്കിൽ നോക്കൂ ഇവിടെ സ്ലോപ്പ് 1:1 ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1:1 എന്ന് പറയുമ്പോൾ ഇത് 2.5 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? 2.5 വരിക. അപ്പോൾ ഇതിന് 2.5 ആണ്. സോ ദ ടോട്ടൽ വിൽ ബി അഗെയിൻ 7.1. സോ ഇതാണ് ടോട്ടലി ഇൻഹോഫ് ടാങ്കിന്റെ ഡിസൈൻ. എല്ലാ വാല്യൂസും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 4 സോണായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ സെഡിമെന്റേഷൻ സോൺ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഈ ഗ്യാസ് വെൻ സോൺ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ 0.9 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ന്യൂട്രൽ സോൺ മൂന്നാമത്തെ സെഡിമെന്റേഷൻ ഫ്രീ ബോർഡ് ആയിട്ട് 0.5 കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡൈജഷൻ ചേംബറിൽ നമ്മൾ 2.5 ഹോപ്പർ ബോട്ടം അസ്യൂം ചെയ്തിട്ടാണ് 2.75 സെഡിമെന്റേഷൻ റെക്ടാങ്കുലർ പോർഷന്റെ ഡെപ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇൻഹോഫ് ടാങ്കിന്റെ ഡെപ്ത് എത്രയാണ് എടുത്തിരിക്കുന്നത്? 9.5 meter ആണ്. So this is the side view of it. If you want to see the plan will be looking like this for the entire 30 meter. Okay, ഓരോ സെക്ഷന്റെയും കമ്പാർട്ട്മെന്റ് വിഡ്ത് എത്രയാണ്? 7.5 മീറ്റർ ആണ്. അതിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ വരുന്നത് 7.1 ആണ്. 0.9 നമ്മൾ ഗ്യാസ് വെന്റിന് കൊടുത്തിട്ട് റിമൈനിങ് ആണ് ഈ 5 മീറ്റർ വരുന്നത്. അഗെയിൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ സെഡിമെന്റേഷൻ ചേംബർ ഇവിടെ ഉണ്ട് ഓഫ് 2.5. ബാക്കി ഡീറ്റെയിൽസ് 750 ബാക്കി ഡീറ്റെയിൽസ് നോക്കുക. ഡൈജഷൻ ചേംബറിലാണ് 2.75 ആൻഡ് 2.5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ
ബോട്ടം പോർഷൻ്റെ വിഡ്ത്ത് ഇവിടെ 1 മീറ്റർ കൊടുത്തിട്ടുണ്ട്. the other side it will be 2.1 meter. അപ്പോൾ ഇത് ടോട്ടലി 9.5 meter ലെങ്ത് ആണ്. വിഡ്ത്ത് എത്രയാണ്? 7.1 meter ആണ്. ബാഫിൾസ് wherever necessary it will be provided. ഗ്യാസ് വെൻ പൈപ്പ്സ് കൊടുത്തിട്ടുണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോർഷൻ്റെ ഏതെങ്കിലും ഡീറ്റെയിലിംഗ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇത് ഇത്രയും ഡിസൈൻ ചെയ്തതിന് ശേഷം പ്ലാനും സെക്ഷൻ അറ്റ് എ ബിയും സെക്ഷൻ അറ്റ് അതർ പോർഷൻ ഇതടക്കം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.